നമസ്തേ, ഞാൻ എം നിഖിൽകുമാർ. IPL ആവേശത്തിലേക്ക് സ്വാഗതം. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ഇടിമിന്നലായപ്പോൾ IPL-ൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 10 വിക്കറ്റിന്റെ അനായാസ ജയം. ലക്നൌ ഉയർത്തിയ 166 റൺസ് വിജയലക്ഷ്യം 10ാം ഓവറിൽ സൺറൈസേഴ്സ് മറികടന്നു. ഹെഡ് 30 പന്തിൽ 89 റൺസും അഭിഷേക് ശർമ്മ 28 പന്തിൽ 75 റൺസും എടുത്ത പുറത്താകാതെ നിന്നു. നേരത്തെ ആയുഷ് ബദോനിയുടെ അർദ്ധ സെഞ്ചുറി പ്രകടനവും നിക്കോളാസ് പൂരന്റെ വെടിക്കെട്ട് പ്രകടനവുമാണ് ലക്നൌവിനെ ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. ഇന്നലത്തെ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10ാമത്തെ ഓവറിൽ മത്സരം ജയിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു വെടിക്കെട്ട് തന്നെ എന്ന് പറയാം. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്ന് ഒരു വെടിക്കെട്ട് തന്നെ ഇന്നലെ തീർത്തു എന്ന് വേണം പറയാൻ. അക്ഷരാർത്ഥത്തിൽ ലക്നൌ ആ ഒരു ഇടിമിന്നലിൽ നിഷ്പ്രഭമായി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപക്ഷെ ഇന്നലെ ആദ്യ ബാറ്റിംഗ് സൺറൈസേഴ്സിനായിരുന്നെങ്കിൽ സ്കോർ 300-400 കടന്നേക്കാം എന്നുവരെ ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ ഒരു പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഇരു താരങ്ങളുടെയും പ്രകടനം എടുത്തു പറയേണ്ടത് തന്നെയാണ്. 28 പന്തിൽ നിന്നും 75 റൺസാണ് അഭിഷേക് ശർമ്മ നേടിയത്. അതുപോലെ തന്നെ ട്രാവിസ് ഹെഡ് 30 പന്തിൽ 89 റൺസും സ്വന്തമാക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്തായാലും ഇരുവരും ചേർന്ന ഒരു വെടിക്കെട്ട് പ്രകടനം തന്നെ ഇന്നലെ ഹൈദരാബാദിലെ ഉപ്പൽ സ്റ്റേഡിയത്തിൽ കാഴ്ചവെക്കുന്നു. അത് ഈ IPL-ൽ നമ്മൾ തുടക്കം മുതൽ നോക്കിയാൽ സൺറൈസേഴ്സിന്റെ സ്കോറുകൾ ഇങ്ങനെയാണ്. അവർ വളരെ വലിയ സ്കോറിലേക്ക് ബാറ്റ് വീശുന്നു, അനായാസം ബാറ്റ് വീശുന്ന ഒരു കാഴ്ച. എന്തായാലും ഇന്നലെ ചേസിംഗ് ആയിരുന്നു. ആ ചേസിംഗിലും അവരുടെ ആ ഒരു ആവേശം അല്ലെങ്കിൽ ഒട്ടും ചോരാതെ, അല്ലെങ്കിൽ ആ ഒരു ഫോം ഒട്ടും ചോരാതെ തന്നെ ഇരു താരങ്ങളും കളിച്ചു എന്ന് വേണം പറയാൻ. മറുവശത്ത് ലക്നൌവിലേക്ക് വന്നാൽ ലക്നൌവിന്റെ ബാറ്റിംഗ് പ്രകടനം വളരെ മോശമായിരുന്നു എന്ന് പറയാം. കാരണം ആകെ ആയുഷ് ബദോനി 30 പന്തിൽ 55 റൺസ് നേടിയ ആയുഷ് ബദോനിയുടെയും ഒപ്പം തന്നെ 26 പന്തിൽ 48 റൺസ് സ്വന്തമാക്കിയ നിക്കോളാസ് പൂരന്റെയും പ്രകടനം മാത്രമാണ് ഇന്നലെ ലക്നൌവിന്റെ ആ ഒരു ഇന്നിംഗ്സിൽ എടുത്തു പറയാനുള്ളത്. നായകൻ KL രാഹുൽ 33 പന്തിൽ നിന്ന് 29 റൺസ് എടുത്ത് രാഹുൽ നിരാശപ്പെടുത്തുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഡിക്കോക്ക് ഇന്നലെ 2 റൺസ് മാത്രമാണ് ഡിക്കോക്കിന് ഇന്നലെ കൂട്ടിച്ചേർക്കാനായത്. സ്റ്റോയിനിസ് 5 പന്തിൽ നിന്നും 3 റൺസ് മാത്രമാണ് നേടിയത്. കൃണാൽ പാണ്ഡ്യ 21 പന്തിൽ നിന്നും 24 റൺസ് ആണ് അദ്ദേഹത്തിന്റെ സംഭാവന. എന്തായാലും അതിനും ശേഷം വന്ന അവസാന കൂട്ടുകെട്ടിൽ വന്ന നിക്കോളാസ് പൂരനും ആയുഷ് ബദോനിയും ചേർന്നിട്ടാണ് ഒരു പൊരുതാവുന്ന സ്കോർ 165 എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സ്കോറല്ല. IPL-ൽ ആ ഒരു 165ലേക്ക് ഇന്നലെ എത്തിച്ചത്. അവസാനത്തെ ഓവറുകളിലെ നിക്കോളാസ് പൂരന്റെ 26 പന്തിൽ 48 റൺസ് പ്രകടനവും ഒപ്പം ആയുഷ് ബദോനിയുടെ 30 പന്തിൽ നിന്നുള്ള 55 റൺസ് പ്രകടനവും തന്നെയാണ്. എന്തായാലും ഇന്നലത്തെ ആ ഒരു വെടിക്കെട്ട് മത്സരത്തിന്റെ വിലയിരുത്തലിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മോടൊപ്പം BCCIയുടെ മാച്ച് റഫറിയും ക്രിക്കറ്റ് നിരീക്ഷകനുമായ P. രംഗനാഥൻ ചേരുന്നുണ്ട്. ശ്രീ രംഗനാഥൻ, ഈ IPL-ൽ ഇതുവരെ കണ്ടതിൽ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയാം. കാരണം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് സൺറൈസേഴ്സ് ബാറ്റർമാരുടെ പ്രകടനം. ഓരോ മത്സരത്തിനും ഒന്നിനൊന്ന് മികച്ച രീതിയിൽ ബാറ്റ് വീശുന്ന സൺറൈസേഴ്സിന്റെ ബാറ്റർമാർ ഇന്നലെ 10ാമത്തെ ഓവറിൽ 165-66 എന്ന വിജയലക്ഷ്യം മറികടക്കുന്ന ഒരു കാഴ്ച, അത് 2020 ക്രിക്കറ്റിൽ തന്നെ വളരെ അപൂർവമായ ഒരു കാഴ്ചയ്ക്കല്ലേ ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്? തീർച്ചയായിട്ടും ഇന്നലെ നമ്മൾ ജനം TV-യിൽ ഈ മത്സരത്തെ കുറിച്ച് ചർച്ച ചെയ്തതാണ്. ആതിഥേയർക്ക്, പ്രത്യേകിച്ച് ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള ഉപ്പൽ സ്റ്റേഡിയത്തിൽ ഇന്നലെ അവരുടെ ആ പ്രകടനം, അത് ബോളിംഗിൽ, അത് ഭുവനേശ്വർ കുമാർ ഇന്ത്യൻ ടീമിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് സ്ഥാനം കിട്ടാതെ പോയി എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നതാണ്. എങ്കിലും ഇന്നലെ ഫീൽഡിങ്ങിന്റെ കാര്യത്തിലായാലും ബോളിംഗിന്റെ കാര്യത്തിലായാലും വളരെ മികച്ച രീതിയിൽ സൺറൈസേഴ്സിന്റെ ടീമിന്റെ ഓരോ അംഗവും, അത് എടുത്തു പറയേണ്ടത് നിതീഷ് റെഡ്ഡി എടുത്ത ക്യാച്ച്, ഡിക്കോക്കിന്റെ ക്യാച്ച്, അത് വളരെ ക്രൂഷ്യലായിരുന്നു. കാരണം അദ്ദേഹമാണ് ഒരു റൺ റേറ്റ് ഉയർത്താനും നല്ല രീതിയിൽ ഒരു ലക്നൌവിന്റെ ഒരു ടീം ടോട്ടൽ പടുത്തുയർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു താരം. അദ്ദേഹത്തിന്റെ വിക്കറ്റ്, കൂടാതെ സ്റ്റോണിസ്, അതും അടുത്തൊരു മനോഹരമായിട്ടുള്ള ക്യാച്ചിലൂടെ ആ 2 ക്യാച്ച് കളിയുടെ ഗതി തന്നെ മാറ്റി. പിന്നീട് കമ്മിൻസ് വരുന്നു, KL രാഹുലിന്റെ വിക്കറ്റ് നേടുന്നു. മൊത്തത്തില് അവരെ എടുത്ത തീരുമാനം, ലക്നൌ എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് ശരിവെക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ ലക്നൌയുടെ ബാറ്റിംഗ്. ഇന്നലെ കണ്ടത് രാഹുലിന്റെ വിക്കറ്റിന് ശേഷം ബദോണിയും നിക്കോളാസ് പൂരനും ചേർന്ന് സാമാന്യം ഭേദപ്പെട്ട ഒരു ടോട്ടൽ. താങ്കൾ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ സാമാന്യം ഭേദപ്പെട്ട ഒരു ടോട്ടൽ. പക്ഷെ ആ ടോട്ടൽ മറികടന്ന് ശൈലി നോക്കൂ. 16 ബൗണ്ടറികൾ, 14 സിക്സുകൾ. ഇന്നലെ സൺറൈസേഴ്സ് 2 ഓപ്പണറായിട്ടുള്ള അഭിഷേക് ശർമ്മ എന്നുള്ള യുവ ലെഫ്റ്റ് ഹാൻഡർ ഓപ്പണറും ഓസ്ട്രേലിയയുടെ വളരെ കൺസിസ്റ്റന്റ് ആയിട്ട്
നമ്മൾ ഈ ട്രാവിസ് ഹെഡിനെ കുറിച്ച് എപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ അസാമാന്യമായിട്ടുള്ള ബാറ്റിംഗ് മികവ്, ഇന്നലെ ആ ഒരു വിജയത്തോടു കൂടി സൺറൈസേഴ്സിന്റെ റൺ റേറ്റ് ക്രമാതീതമായിട്ട് ഉയർന്നിരിക്കുന്നു. അത് ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം വളരെ നിർണായകമാവുന്ന ഒരു കാഴ്ചയാണ്. കാരണം റൺ കോഷൻ അത് വളരെ മികച്ച രീതിയിൽ സൺറൈസേഴ്സിന് മുന്നോട്ട് വരാൻ സാധിച്ച ഒരു മത്സരം. പോയിന്റിൽ പട്ടികയിൽ ഈക്വലായിട്ട് വരികയാണെങ്കിൽ പ്ലേ ഓഫ് സാധ്യത കൂടുതൽ സൺറൈസേഴ്സിന് ഈ ശരാശരി റൺ റേറ്റ് അനുകൂലമായിട്ട് മാറുന്ന രീതിയിലാണ് ഇന്നലെ അവരുടെ ബാറ്റിംഗ്. പക്ഷെ പൂർണ്ണമായിട്ടും ഈ IPL ചരിത്രത്തിൽ തന്നെ ഇത്ര മനോഹരമായിട്ടൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട്, അനായാസം 160-ലധികം റൺസ് ചേസ് ചെയ്ത് വിജയിക്കുന്നു. അതും ആ സ്വന്തം തട്ടകത്തിൽ സ്വന്തം ആരാധകരുടെ മുന്നിൽ ആ വിജയം കൂടെ നേടുമ്പോൾ അതിന് ഇരട്ടി മധുരമായിട്ട് പറയണം. എന്തായാലും ഒരു ആധികാരിക വിജയത്തിലും ഉപരിയായിട്ട് ഒരു ഉജ്ജ്വല വിജയം. അത് ആ രണ്ട് ഓപ്പണർമാരുടെ ബാറ്റിംഗ് മികവും ഭുവനേശ്വർ കുമാറും ഫീൽഡർമാരുടെ ആ പിന്തുണയും എല്ലാ രീതിയിലും ഒരു ടീമായിട്ട് സൺറൈസേഴ്സ് ഇന്നലെ ആ മാച്ച് വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട്. രംഗനാഥ്, ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, പാറ്റ് കമിൻസ് എന്ന ആ നായകന്റെ തീരുമാനങ്ങൾ ശരിവെക്കുന്ന കാഴ്ചയല്ലേ ഇന്നലത്തെ മത്സരത്തിലായിക്കോട്ടെ, ഈ നടന്നു വരുന്ന ഈ ഒരു IPL സീസണിൽ ഒട്ടുമിക്ക മത്സരങ്ങളിലും നിർണായകമാവുന്നത് പാറ്റ് കമിൻസ് എന്ന ഒരു നായകന്റെ തീരുമാനങ്ങൾ പലതും ശരിവെക്കുന്ന കാഴ്ച. അങ്ങനെ ആ തീരുമാനങ്ങളുടെ മത്സരത്തിലേക്ക് കൈവിട്ടുപോയ പല മത്സരങ്ങളും തിരിച്ചു പിടിക്കുന്ന ഒരു കാഴ്ച തന്നെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാപ്റ്റന്റെ ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ ഓസ്ട്രേലിയയെ ലോകകപ്പ് വിജയത്തിലോട്ട് എത്തിച്ച നായകനാണ്. അപ്പൊ ഇത്രയധികം തുക കൊടുത്ത് സൺറൈസേഴ്സ് പാറ്റ് കമിൻസിനെ പോലെയുള്ള ഒരു താരത്തിനെ മേടിച്ച് അദ്ദേഹത്തിനെ ക്യാപ്റ്റൻസിയും ഏൽപ്പിക്കുന്നു. ആ ക്യാപ്റ്റൻസി അദ്ദേഹം മനോഹരമായിട്ട്, ഇവിടെ ഒരു ബോളർ ക്യാപ്റ്റൻ ആകുക എന്നുള്ള ഒരു വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ കണ്ടത് ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ഏറ്റവും അനുയോജ്യം വിക്കറ്റ് കീപ്പറോ അല്ലെങ്കിൽ ഒരു ഫീൽഡർ ആയിട്ടുള്ള ഒരു താരമായിരിക്കും. പക്ഷെ ഒരു ഫാസ്റ്റ് ബോളർ പ്രത്യേകിച്ച് ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്ന സമ്മർദ്ദം, അദ്ദേഹം പന്തെറിയണം, അദ്ദേഹത്തിന് ഫീൽഡ് സെറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിയാണ് ഈ ഓസ്ട്രേലിയൻ നായകൻ ടീമിനെ ഓസ്ട്രേലിയ ലോകകപ്പ് വിജയത്തിലോട്ട് എത്തിച്ചതും IPL സൺറൈസേഴ്സിനെ നയിക്കുന്ന ഒരു ശൈലി. അപ്പൊ പാറ്റ് കമിൻസിന്റെ റോള് വളരെ നിർണായകമാണ്. ഒരു ബോളറാണ് ക്യാപ്റ്റൻ ആവുന്നത്, അവിടെയാണ് അതിന്റെ ഒരു വ്യത്യാസം. പക്ഷെ അദ്ദേഹം സൺറൈസേഴ്സിന് വേണ്ടി എടുക്കുന്ന തീരുമാനം, ബോളിംഗ് ചേഞ്ചസ് വരുത്തുന്നു, സ്വയം ബോൾ ചെയ്യാൻ വരുന്നു. KL രാഹുലിനെ പോലെ ഇന്നലെ മത്സരം നമ്മൾ കണ്ടതാണ്. KL രാഹുലിന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിക്കറ്റാണ്, ആ വിക്കറ്റ് നേടുന്നു. അദ്ദേഹം സെറ്റ് ചെയ്യുന്ന ഫീൽഡ് ആയാലും എല്ലാ രീതിയിലും അനുയോജ്യമായിട്ടുള്ള ഒരു ശൈലിയിലോട്ടാണ് അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസിയും ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും. എന്തായാലും അത് തന്നെയാണ് പാറ്റ് കമിൻസ് എന്ന ആ ഒരു നായകന്റെ മിന്നും പ്രകടനം, നായകൻ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെ സൺറൈസേഴ്സ് ഇന്നലെ ഒരു ഉജ്ജ്വല വിജയം തന്നെ നേടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതും 166 റൺസ് എന്ന ഒരു ടോട്ടലിലേക്ക് ബാറ്റ് വീശുന്ന രണ്ട് ബാറ്റർമാരും ട്രാവിസ് ഹെഡും ഒപ്പം അഭിഷേകും ഒട്ടും പ്രഷർ ഇല്ലാതെ തന്നെ അനായാസം 10ാമത്തെ ഓവറിൽ തന്നെ ആ ഒരു സ്കോർ മറികടക്കുന്ന കാഴ്ചയാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ഇന്നത്തെ മത്സരത്തിലേക്കാണ് പോകേണ്ടത്. ഇന്ന് IPLൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പോരാട്ടമുണ്ട്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ എതിരാളികൾ പഞ്ചാബ് കിങ്സ് ആണ്. പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കുന്നതിന് ഇരു ടീമുകൾക്കും ഇന്ന് ജയം അനിവാര്യമാണ്. അവസാനം 3 മത്സരങ്ങളും ജയിച്ചതിന്റെ ആത്മവിശ്വാസവുമായാണ് ബംഗളൂരു എത്തുന്നത്. ശശാങ്ക് സിംഗ്, ജോണി ബെയർസ്റ്റോ തുടങ്ങിയവരുടെ പ്രകടനമാണ്, മികച്ച ഫോമാണ് പഞ്ചാബിന്റെ കരുത്ത്. വൈകുന്നേരം 7:30 ധരംശാലയിലാണ് മത്സരം നടക്കുന്നത്. ശ്രീ രംഗനാഥൻ, ഇന്നത്തെ മത്സരത്തിലേക്ക് വന്നാൽ ഒരു പ്ലേ ഓഫ് സാധ്യത സജീവം, പ്ലേ ഓഫിലേക്ക് എത്തുക എന്നത് വളരെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എന്നിരുന്നാൽ തന്നെ ഒരു പ്ലേ ഓഫിലേക്കുള്ള ഒരു സാധ്യത സജീവമാക്കാൻ തന്നെയാണ് പഞ്ചാബ് കിങ്സും ഒപ്പം RCBയും ഇന്ന് ഇറങ്ങുന്നത്. ഇന്നത്തെ ആ ഒരു മത്സരത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സാധ്യതയില്ലാത്ത രണ്ട് ടീമുകൾ, അതും സാധ്യത പൂർണ്ണമായിട്ടും അടഞ്ഞെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. RCB ആയാലും പഞ്ചാബ് ആയാലും ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം, പല ടീമുകളും തോക്കണം. അത് മാത്രമല്ല എല്ലാ മത്സരങ്ങളും ഇരു ടീമുകളും ഇപ്പോ RCB ആയാലും പഞ്ചാബ് ആയാലും വിജയിക്കണം. ശരാശരി റൺ റേറ്റിന്റെ കാര്യത്തിലും അവര് മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇരു ടീമുകൾക്കും അത്ര ഒരു നിർണായകമാണ് ഇനിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ. പക്ഷെ ഒരു മത്സരം വിജയിക്കുക, അതും ധർമ്മശാല പോലെയുള്ള മനോഹരമായിട്ട് ലോകത്തെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ കളിച്ച് അവിടെ ആ ഒരു വിജയം നേടുക എന്നുള്ളത് ഒരു ഏറ്റവും മികച്ച ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പഞ്ചാബിന്റെ ഒരു ഹോം ഗ്രൗണ്ടാണ് ധർമ്മശാല. അപ്പൊ അതുകൊണ്ട് നല്ലൊരു മത്സരം വീണ്ടും ഇന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കൂടാതെ വിരാട് കോഹ്ലിയുടെ ഒരു ഇന്നിങ്സ്, ഡുപ്ലിസിന്റെ ബാറ്റിംഗ് മികവ്, സിറാജ് കഴിഞ്ഞ മത്സരത്തിൽ ഏറ്റവും നന്നായിട്ട് പന്തെറിഞ്ഞ ഒരു ബോളറാണ്. അദ്ദേഹത്തിന് ആ സാഹചര്യങ്ങളെല്ലാം തന്നെ ധർമ്മശാലയിലെ ഫാസ്റ്റ് ബോളർമാർക്ക് ഹെൽപ്പ് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പൊ അതുകൊണ്ട് സിറാജിനെ പോലെയുള്ള ബോളർമാർക്ക്
കൂടുതൽ കോൺഫിഡൻസ് വരാനും ലോകകപ്പ് പോലെയുള്ള ഒരു വേദിയിൽ അദ്ദേഹത്തിന് പന്തെറിയാനായിട്ട് ഇതുപോലെയുള്ള മത്സരങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ കോൺഫിഡൻസ് ലഭിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. പഞ്ചാബിന്റെ കാര്യത്തിലും സമാനമായ അനുഭവങ്ങളാണ്. ഇപ്പൊ ഈ ശശാങ്ക് സിംഗിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ പല യുവതാരങ്ങൾക്കും അക്ഷർദീപ് സിംഗ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള താരങ്ങൾക്ക് കൂടുതൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് ഒരു മത്സരമായിട്ട് മാറുന്ന ഉപരിയായിട്ട് ഈ മത്സരത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നില്ല. മറ്റൊരു കാര്യം, നമുക്ക് RCBയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ല. എന്നിരുന്നാൽ തന്നെ ആദ്യം ഒന്ന് പരാജയപ്പെട്ട ടീമാണ് RCB. അതിനുശേഷം അവസാനത്തെ 3 മത്സരങ്ങളും ജയിച്ചിട്ടാണ് ഇന്ന് ഈ ഒരു മത്സരത്തിലേക്ക് RCB എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ RCB ഇതിന് മുൻപ് ഒരു മത്സരം കൂടി ജയിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ മത്സരം ശരിക്കും RCBക്ക് വളരെ നിർണായകമാകുമായിരുന്നു അല്ലേ? വളരെ വ്യക്തമാണ്. കാരണം അവിടെയാണ് നമ്മൾ എപ്പോഴും ഈ RCB ഈ ടൂർണമെന്റ് IPLൽ കളിക്കാൻ തുടങ്ങിയ ആദ്യ മത്സരം തൊട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് മികച്ച ടീം, പക്ഷെ ബോളിങ്ങിന്റെ കാര്യത്തിൽ ഏറെ പിന്നിൽ. അപ്പൊ ബോളർമാര് അവരുടെ താളം കണ്ടെത്തിയത് ഏറ്റവും അവസാന മത്സരങ്ങളിലാണ്. അതുകൊണ്ടാണ് അവർ വിജയത്തിലോട്ട് വന്നിരിക്കുന്നത്. പക്ഷെ അത് താമസിച്ചു പോയി. ഇപ്പൊ സിറാജിനെ പോലെയുള്ള ബോളർമാരിൽ നിന്ന് ഏറെ പ്രതീക്ഷയാണ് ടീമിന്. അപ്പൊ അങ്ങനെയുള്ള ബോളർമാരുടെ പെർഫോമൻസ് മികവ് സ്പിന്നേഴ്സ് പൂർണ്ണമായിട്ടും RCBക്ക് ഒരു പിന്തുണയും നൽകില്ല. മാക്സ്വെലിനെ പോലെയുള്ള താരങ്ങളുടെ പെർഫോമൻസ് ഏറെ പിന്നോട്ട് പോയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള താരങ്ങളുടെ പെർഫോമൻസ് അവസാന ഘട്ടത്തിൽ ഉയർന്നതുകൊണ്ട് ടീമിന് അത് ഗുണം ചെയ്യില്ല. എങ്കിൽ തന്നെയും ഒരു മത്സരം വിജയിക്കുക, പോയിന്റ് പട്ടികയിൽ ഇനി അട്ടിമറികൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ RCBക്കും സാധ്യതയുണ്ടെന്ന് തന്നെ പറയാം. എങ്കിലും അവരുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയമാണ് ഈ IPLൽ പ്രത്യേകിച്ച് ബോളർമാരുടെ സൈഡിൽ നിന്ന് RCBയിൽ കാണാൻ സാധിച്ചത്. എന്തായാലും ഇന്ന് RCBയും ഒപ്പം പഞ്ചാബ് കിങ്സും ഇറങ്ങുന്നുണ്ട്. വളരെ നിർണായകമായ മത്സരമല്ല, എന്നാലും പ്ലേ ഓഫ് സാധ്യതയിൽ എവിടെയെങ്കിലും ചെറിയൊരു സാധ്യത ഉണ്ടെങ്കിൽ അത് നിലനിർത്താൻ അല്ലെങ്കിൽ അത് സജീവമാക്കാനാണ് ഇരു ടീമുകളും ഇറങ്ങുന്നത്. ഇന്നലെ വളരെ വെടിക്കെട്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു IPLൽ നടന്നത്. IPLൽ 10ാമത്തെ ഓവർ ആയപ്പോഴേക്കും 166 റൺസ് ഒരു വിജയലക്ഷ്യം ഇന്നലെ സൺറൈസേഴ്സ് മറികടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. എന്തായാലും ഇന്നും വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ രാവിലെ 8:15 IPL ആവശ്യത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ IPL ആവശ്യത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്തേ.